റോബിൻ ജയിക്കുമോ? ഞാൻ തന്നെയാണ് ജയിക്കാൻ പോണത്. എനിക്കറിയത്തില്ല, അവർ തന്നു. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. മരിക്കുന്നവരെ ഞാൻ ഒരു BJP കാരനായിരിക്കും. വേറൊരു പാർട്ടി ചിന്തിക്കുന്നില്ല? ഒരിക്കലും. ഞങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾ ജയിക്കുന്നത്. എന്റെ ചിഹ്നം ഇത് തന്നെ. ഇനി പറയണേ, താമര പറയണോ? റോൾ ക്യാമറ ഇലക്ഷനിൽ നിന്ന് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത് കുണ്ട്രയുടെ സ്വന്തം റോബിൻ രാധാകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി. അതെ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് ഫ്രം കുണ്ട്ര. ചുരുക്കം ചില ചോദ്യങ്ങൾ. റോബിൻ ജയിക്കുമോ? ഞാൻ തന്നെയാണ് ജയിക്കാൻ പോണത്. നമ്മുടെ NDA തന്നെയാണ് ജയിക്കാൻ പോണത്. നമുക്ക് കഴിഞ്ഞതിന് മുൻതവണ മേഴ്സിക്കുട്ടിയമ്മ ജയിച്ച മണ്ഡലമാണ്. PC വിശ്വനാഥ് തിരിച്ചു പിടിച്ച മണ്ഡലമാണ്. അത്തരമൊരു മണ്ഡലം NDAക്ക് ലഭിക്കുമെന്ന് പറയുന്നതിന്റെ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു? 3 പോയിന്റുകൾ പറയണം. കഴിഞ്ഞ 5 വർഷമായിട്ട് കോൺഗ്രസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത 5 വർഷവും കോൺഗ്രസ് ഒന്നും ചെയ്യാൻ പോണില്ല. കാരണം അങ്ങനെ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വോട്ട് കെഞ്ചി നടക്കത്തില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 5 വർഷം കഴിഞ്ഞ് ഞാനാണെങ്കിൽ പോയിട്ട് എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയത്തില്ല. ഡിസർവിങ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടും. അതായത് പ്രചാരണത്തിന് ഇറങ്ങില്ല, ജയിച്ച ആള് പിന്നെ പ്രചാരണത്തിന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇത്തവണ ജയിച്ചാൽ അടുത്ത തവണ റോബിൻ പ്രചാരണത്തിന് ഉണ്ടാവില്ല. ഇത്തവണ ഞാൻ എന്തുകൊണ്ട് അറിയുന്നറിയോ? ഞാൻ ഈ മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ എനിക്കറിയത്തില്ല, അവര് തന്നു. അപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ സർക്കാർ LDF ആയതുകൊണ്ട് ശരിക്കും LDF ഒന്നും പ്രചരണം നടത്തേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്? അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വോട്ടായിട്ട് അവരെന്ത് ചെയ്യും? ഡിസർവിങ് ആണെന്നെങ്കിൽ വോട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന പോലും നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഫ്രണ്ടിലാണ്. പുള്ളിക്കാൻ ഇപ്പോൾ ഈ പ്രാവശ്യം അവസരം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 1 വർഷം 6 മാസം തൊട്ട് 1 വർഷം വരെ എന്തെങ്കിലുമൊക്കെ കാണിക്കും, പിന്നെ 4 വർഷം പോക്കാം. ഇവരൊക്കെ പൊളിറ്റീഷ്യൻസാണ്. അതാണ് മെയിൻ പ്രശ്നം. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോഴാണ് ആയത്. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രൊഫഷണലായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. 7-8 വർഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഡോക്ടറാണ്. മനുഷ്യരുടെ ഇമോഷൻ, വിഷമം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ബീങ് കൂടെ ഞാൻ. അത് മാത്രമല്ല, ഒരു മതമോ അല്ലെങ്കിൽ ഒരു ആളിൻ്റെ കളറോ കാര്യങ്ങളോ വെച്ചിട്ടല്ല ഞാൻ ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനാണ് ഞാൻ മാക്സിമം വില കൊടുക്കുന്നത്. ഇനി ജീവിതകാലം മൊത്തം ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കുമോ? ഉറപ്പായിട്ടും. ഇവരൊക്കെ പൊളിറ്റീഷ്യൻസാണ്. അതാണ് മെയിൻ പ്രശ്നം. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. ഓൾറെഡി ഞാൻ BJPയുടെ ഒരു മെമ്പറാണ്. അത് മാത്രമല്ല, ഇപ്പം നിയമസഭ ഇലക്ഷനിൽ അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് പെട്ടെന്ന് കിട്ടുക, നിയമസഭ ഇലക്ഷനിൽ കിട്ടുക. അപ്പോൾ അത് ചുമ്മാ തരത്തില്ലല്ലോ. ആരും എന്നെ റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല. അവർ ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നെ. ഞാനല്ല വേറെ ഒരു NDA ഇതിൽ വന്ന ഒരാളല്ല. മനസ്സിലായി. പക്ഷേ കുറെ പാർട്ടികൾ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് BJP തന്നെ തിരഞ്ഞെടുത്തത്? എനിക്ക് 2014 ശ്രീ നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്ററായിട്ട് ജോയിൻ ചെയ്ത സമയം തൊട്ടേ ഞാൻ പുള്ളിക്കാനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്കാനെ ഭയങ്കര സ്ട്രോങ് ആണ്. എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ പോലെ പുള്ളിക്കാരൻ എന്ത് ചെയ്ത് തോന്നി. പുള്ളിക്കാരനോടുള്ള ഇഷ്ടം എനിക്ക് പാർട്ടിയോട് തോന്നി. അതുകൊണ്ട് എനിക്കിപ്പം ഓരോരുത്തരും ഓരോ പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ എനിക്ക് BJP പാർട്ടിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ നിലപാട്. ഞാൻ എപ്പോഴും ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, മരിക്കുന്നവരെ ഞാൻ ഒരു BJP കാരനായിരിക്കും. വേറൊരു പാർട്ടി ചിന്തിക്കുന്നില്ല? ഒരിക്കലും. പാർട്ടിയോട് ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് കുണ്ട്ര? ഇല്ല, എനിക്കറിയത്തില്ല. അതിന്റെ റീസൺ എനിക്കറിയത്തില്ല. ഇപ്പോഴും അറിയില്ല. പാർട്ടി എൻ്റെ അടുത്ത്, ഞാൻ ഈ ലിസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ് കൊണ്ടുവരുന്നത്. എനിക്കല്ലാതെ കൊണ്ടുവരുന്ന പറയുമ്പോൾ ഞാൻ ഈ പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന ബോർഡിൽ കണ്ടൊരു സ്ഥലമൊന്നും മാത്രമേ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ എല്ലാ മനുഷ്യരും എന്നെ നല്ല രീതിയിലാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത്. സിൻസിയറായിട്ട് എന്നെ സ്നേഹിക്കുന്നു. അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കാണുന്നു. പിന്നെ നമ്മുടെ BJP പാർട്ടി ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. ഗ്രൗണ്ട് ലെവലിൽ എല്ലാവരുടെ അടുത്തും പോയി പരിചയപ്പെടും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഇവിടെ 7 പഞ്ചായത്തുണ്ട്, മനസ്സിലായി, 226 ബൂത്തുണ്ട്. എല്ലാവരിലേക്കും മാക്സിമം എത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാരണം അങ്ങനെ ചെന്നാൽ മാത്രമേ അവർക്കൊരു ട്രസ്റ്റ്, നമുക്കൊരു സ്നേഹവും ഒരു വിശ്വാസം വേണം. എന്നാൽ മാത്രമേ നമുക്കിത് വോട്ട് ആവത്തുള്ളൂ. നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ ഇത്തവണ കേരളത്തിൽ BJP എത്ര സീറ്റ് നേടും? നിഷ്പക്ഷമായിട്ട് 140 കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ സീറ്റ് എന്തായാലും എനിക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത തവണ പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കാൻ, അതായത് ജയിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആദ്യം ചെയ്യുക? 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജീനെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കും. കുണ്ട്രയുടെ മണ്ഡലത്തിൽ കൊണ്ടുവന്നിരിക്കും. ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ അനലൈസ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ സെക്ടറിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള 5 വർഷത്തെ പ്ലാൻ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ടിൽ വെച്ച് ഞാനത് പറഞ്ഞിരിക്കും. അത് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ആ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാക്കും അടുത്ത 5 വർഷത്തിൽ. ഞങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾ ജയിക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാരാ. നിങ്ങളെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന സ്നേഹം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ കൂടെ കഴിച്ച ഫുഡ് കഴിച്ചാ എപ്പോഴും ബോർഡ് ഞങ്ങളുണ്ട്. കൈയോട്. എന്റെ ചിഹ്നം ഇത് തന്നെ. ഇനി പറയണേ, താമര പറയണോ? അതാണ്. അപ്പൊ റോബിൻ രാധാകൃഷ്ണനും NDAക്കും എല്ലാ വിജയാശംസകളും, മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ ആശംസകളും. അപ്പൊ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ബാക്കി ജനങ്ങൾ. റോൾ ക്യാമറ ഇലക്ഷൻ.